ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് 142ാമത്തെ അന്തർശൗദയജ്ഞത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വായിക്കാനും അനുഭവം പങ്കുവയ്ക്കാനും പോകുന്നത് അശ്വതി സായി എന്ന് പറഞ്ഞൊരു ചെറിയ മോളാണ്. അവള് തിരുവനന്തപുരത്ത് നിന്നുള്ള കുട്ടിയാണ്. അവളാണ് പറയുന്നത്. മോളെ അമ്മ പിന്നെ സായി ഗായത്രി പറഞ്ഞു കഴിഞ്ഞിട്ട് മോള് വീഡിയോ ഓൺ ചെയ്ത് വായിക്കണം കേട്ടോ. അമ്മ പറയാം. ഓ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ शान्ति शान्ति शान्तिः. അശ്വതി, മോളെ വീഡിയോ ഓൺ ചെയ്തിട്ട് വായിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. മോളെ എവിടെ നിന്നാണ് എന്നൊന്ന് പറയണം. സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, തുടങ്ങിക്കോളൂ. ഓം ശ്രീ സായിരാം. എന്റെ പേര് ബാലവികാസ് ഗുരുക്കന്മാരൊക്കെയാണ്, അതൊക്കെ പറയണേ. ഓക്കെ, തുടങ്ങിക്കോളൂ. ഓം ശ്രീ സായിരാം. എന്റെ പേര് അശ്വതി സായവി. അച്ഛനും അമ്മയും അച്ചാമ്മയും ഞാനും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് എനിക്കുള്ളത്. ഞാൻ കാർമൽ സ്കൂളിൽ 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാൻ മണ്ണാമുല സമിതിയിലാണ് ഭജനയ്ക്ക് പോകാറുള്ളത്. അമ്പലമുഖ് സമിതിയിലെ ശ്രീദേവി ബാലവികാസിലെ വിദ്യാർത്ഥിനി കൂടിയാണ്. സുധാമണി ടീച്ചറാണ് എന്റെ ഗുരു. ഞാൻ വേദം പഠിക്കുന്നത് ഗോപിക ടീച്ചറിന്റെ ഓൺലൈൻ ക്ലാസ്സിലാണ്. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം ഇടപ്പഴിഞ്ഞിയിലുള്ള പ്രശാന്തിയിൽ മനോജ് സാറിന്റെ അടുത്ത് വേദ പഠന ക്ലാസ്സിലും പോകാറുണ്ട്. ഞാൻ ഇന്ന് ഭഗവത് വാണിയായി ഒരു കഥയാണ് പറയുന്നത്. ഒരു കുട്ടിയുടെ ബാല്യത്തിൽ തന്നെ അവന്റെ അച്ഛൻ മരിച്ചു. അമ്മയുടെ ഒരേ ഒരു മകൻ, ധനവും കണക്കിലധികം. കുട്ടി വലുതായപ്പോൾ അവനിൽ പല ദുസ്വഭാവങ്ങളും കണ്ടു തുടങ്ങി. കുളത്തിൽ വെള്ളം ധാരാളമുള്ളപ്പോൾ തവളകൾ ഒരുപാട് ശബ്ദമുണ്ടാക്കി മതിക്കും. വെള്ളം വറ്റാൻ തുടങ്ങുമ്പോൾ അവയെല്ലാം എങ്ങോട്ട് പോകുന്നു എന്നുപോലും പറയാതെ പിരിഞ്ഞു പോകും. അതുപോലെ ഈ കുബേരകുമാരന്റെ ചുറ്റും ധാരാളം ദുഷ്ടന്മാർ ചുറ്റിക്കൂടി. അയാളുടെ ധനം മോഹിച്ച് കൂട്ടുകൂടിയ ഇവർ അവനെ വളരെ വഷളാക്കി. നിത്യേന അവൻ അമ്മയുടെ അടുത്ത് വന്ന് തരുന്ന പണം തികയുന്നില്ല എന്ന് പറഞ്ഞ് കലഹം തുടങ്ങി. ഈ വഴക്കും ബഹളവും അതിന്റെ എല്ലാ അതിരുകളും കടന്ന് സദാസമയവും ശബ്ദമായി മാറി. അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം നശിച്ചു. വെറുപ്പ് തുടങ്ങി. എന്തു ചെയ്യാം? മകന്റെ കാര്യം അതിലും കഷ്ടം. അവൻ അമ്മയോട് യാതൊരു സ്നേഹവുമില്ലാതെയായി. അമ്മയെ കാണുന്നത് തന്നെ അയാൾക്ക് ഇഷ്ടമില്ലാതെയായി. ഇങ്ങനെ കുലദ്രോഹിയായ ഒരു മകൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നശിച്ചു പോകുന്നതാണ് നല്ലതെന്ന് ആ അമ്മ നിശ്ചയിച്ചു. അവനെ നശിപ്പിക്കാനായി ഒരു വഴി കണ്ടുപിടിച്ചു. അതേസമയം തന്റെ ആഗ്രഹങ്ങൾക്ക് എതിരായി നിൽക്കുന്ന അമ്മ തന്റെ ശത്രുവാണെന്നും ആ ശത്രു ജീവിച്ചിരിക്കുമ്പോൾ തനിക്കൊന്നും സാധിക്കുകയില്ലെന്നും മനസ്സിലാക്കിയ മകനും
അമ്മയുടെ കാലം തീർക്കാൻ ഒരു പദ്ധതി ഇട്ടു. അമ്മ തനിക്ക് ആഹാരം വിളമ്പുന്ന തക്കം നോക്കി ഒരു വലിയ ഇരുമ്പ് വടി കൊണ്ട് അവൻ അമ്മയുടെ തലയിൽ അടിച്ചു. അതുതന്നെയായിരുന്നു മകന്റെ കഥ കഴിക്കാൻ അമ്മ നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന സമയം. ആഹാരത്തിൽ വിഷം കലക്കിയിരുന്നു. അമ്മ അടികൊണ്ട് ബോധം കെട്ടു വീണപ്പോൾ ആഹാരം കഴിച്ച് വീടിന് വെളിയിൽ പോകാൻ മകൻ ശ്രമിച്ചു. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവനും ചത്തുവീണു. ഇതാണ് ധനം അമ്മയ്ക്കും മകനും നേടിക്കൊടുത്തത്. അവർ തമ്മിലുള്ള സ്നേഹം കുറഞ്ഞ് പരസ്പരം വെറുപ്പ് വളരാൻ കാരണമായി. ധനം മാത്രമാണ് ഈ അധപത്തനീര് കാരണം. അവനവന്റെ ആവശ്യം കഴിഞ്ഞ് അധികമുള്ള ധനം മറ്റുള്ളവരെ സഹായിക്കുന്നതിനായി ഉപയോഗിക്കുക. സോറി, മോളുടെ അനുഭവങ്ങൾ പറഞ്ഞോളൂ. ബാലവികാസിന്റെ അനുഭവം, പിന്നെ പുട്ടപ്പർത്തി പോയത്, വേദം പറഞ്ഞത്, കുറെ അനുഭവങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ പറയൂ കേട്ടോ. ഓം ശ്രീ സായിരാം. എനിക്ക് സ്വാമിയുടെ കഥകൾ കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. എന്റെ ജീവിതത്തിൽ ഓരോ പ്രധാന ഘട്ടങ്ങളിലും സ്വാമിയുടെ അനുഗ്രഹം അനുഭവപ്പെടാറുണ്ട്. കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈനായി ബാലവികാസും വേദ ക്ലാസും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. ഓൺലൈൻ ക്ലാസ്സിൽ കുറെ ഭജൻ പഠിക്കാൻ കഴിഞ്ഞത് നല്ല അനുഭവമായിരുന്നു. ഞാൻ പഠിച്ച ഭജനകൾ എല്ലാം സമിതിയിൽ പാടുമായിരുന്നു. ഞാൻ ആദ്യം പാടിയ ഭജൻ ജയ് ഹരികൃഷ്ണ ജയ് ഹരികൃഷ്ണ ഗോവർദ്ധന ഗിരിധാരി എന്നതാണ്. സ്ഥിരം ഞാൻ അത് തന്നെ പാടുമായിരുന്നു. ഓൺലൈനായി ഭജൻ പഠിച്ചതിന് ശേഷം കുറേയേറെ ഭജനകൾ പാടാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൽ വെച്ചാണ് വത്സലാമ്മയെ പരിചയപ്പെടാൻ കഴിഞ്ഞത്. പുട്ടപർത്തിയിൽ വെച്ച് വത്സലാമ്മയെ കണ്ട് അനുഗ്രഹം മേടിക്കാൻ സാധിച്ചു. അച്ഛനിൽ നിന്നാണ് ഞാൻ ആ വേദം കേട്ടു തുടങ്ങിയത്. ഞാനും അച്ഛനോടൊപ്പം വേദം ജപിക്കാറുണ്ട്. 2023 ഓണത്തിന് പുട്ടപർത്തിയിൽ ഭഗവാന്റെ സന്നിധിയിൽ എനിക്ക് വേദം ജപിക്കുവാൻ കഴിയും. സ്വാമിയുടെ അനുഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് 2024 കൊല്ലം ലക്ഷ്മി നട സമിതിയിൽ ബാലവികാസ് വിദ്യാർത്ഥികളുടെ ഏകാദശി രുദ്രജപത്തിലും എനിക്ക് പങ്കെടുക്കാൻ കഴിയും. ഞാൻ ഷിർഡി സായി ബാബയ്ക്ക് പൂജ ചെയ്യാറുണ്ട്. ഒരു ദിവസം സ്വാമിയുടെ മുൻപിൽ പൂജയ്ക്ക് ഒരുക്കുവാനായി പോയപ്പോൾ സ്വാമിയുടെ കാൽപാദത്തിൽ മുഴുവനും വിഭൂതി നിറഞ്ഞു കിടക്കുന്നു. എനിക്ക് അതിയായ സന്തോഷം വന്നു. ഞാൻ എല്ലാവരെയും വിളിച്ച് വിഭൂതി കാണിച്ചു. സ്വാമി എല്ലായ്പ്പോഴും എന്നോടൊപ്പം ഉണ്ടെന്ന് ഓരോ നിമിഷവും എനിക്ക് അനുഭവപ്പെടാറുണ്ട്. സ്വാമിയുടെ മുൻപിൽ ഞാൻ ഒരു ഡയറി വെച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് സ്വാമിയോട് പറയാനുള്ള കാര്യങ്ങൾ എല്ലാം എഴുതും. അങ്ങനെ ഒരു ദിവസം എനിക്ക് സങ്കടകരമായ ഒരു ദിവസം വന്നു. അന്ന് ഞാൻ ആ ഡയറിയിൽ എന്റെ വിഷയമായ എഴുതി. അടുത്ത ദിവസം ഞാൻ എഴുതാനായി ഡയറി തുറന്നപ്പോൾ അതിൽ ഒരു ഫോട്ടോ. ആ ഫോട്ടോയുടെ ബാക്കിൽ എഴുതിയിരുന്നത് എനിക്ക് വളരെയേറെ സന്തോഷമായി. ഞാൻ സ്വാമിയുടെ ആ ഫോട്ടോ എടുത്ത് അതിന്റെ പുറകിലായി സ്വാമിയുടെ വചനങ്ങളായ ലവ് ഓൾ, സെർവ് ഓൾ, ഹെൽപ്പ് പവർ, ഹേർട്ട് നവർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വചനങ്ങളാണ്. ജയ് സായിരാം. ശരി മോളെ, സായിരാം. മോളുകുട്ടിക്ക് കുറച്ചേ പറയാനുള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ ഇന്ന് ഒരു അനുഭവം പറയാം. അതായത് പുട്ടപർത്തിയിൽ പോയിട്ടുള്ള, വളരെ പണ്ട് പോയിട്ടുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. അന്ന് ഗണേശ ഷെഡ്
എന്നൊരു ഷെഡാണ് നമ്മൾ കയറുന്ന ഉടൻ ഗണേശ് മന്ദിരത്തിന്റെ ഇപ്പോഴ സേവാതലൊക്കെ ഉള്ളതും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉള്ളതുമായിട്ട് സ്ഥലത്ത് വലിയൊരു ഷെഡാണ് ഉണ്ടായിരുന്നത്. അതിന് സേവാദൽ ശാല, അതിന് ഗണേശ് ഷെഡ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ ശ്രീ കുടുംബറാവു എന്നൊരാള് വളരെ ആ 81 ഞാൻ ആദ്യമായിട്ട് അവിടെ പോകുന്നത്. അദ്ദേഹം അന്നത്തേക്ക് വളരെ വയസ്സായി വൃദ്ധനായ, പക്ഷെ അദ്ദേഹം പുട്ടപർത്തിയിലെ അവിഭാജ്യ ഘടകമായ ഒരു സേവ ചെയ്യുന്ന ആളായിരുന്നു. ഒരുപാട് സ്ഥാനമാനങ്ങള് പുട്ടപർത്തിയിലെ അച്ചടക്കത്തിന് അതിനൊക്കെ വഹിച്ചിട്ടുള്ള കുടുംബറാവു എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു മഹാഭക്തനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു അനുഭവമൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ 1981 ആദ്യമായിട്ട് സ്വാമിയുടെ ദർശനത്തിന് പുട്ടപർത്തി പോകുന്നത്. ആദ്യത്തെ ദർശനം എനിക്ക് ലഭിച്ചത് വൃന്ദാവനത്തിൽ വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുട്ടപർത്തിയിൽ വരുന്നത് 1981 അപ്പോൾ ഞങ്ങൾക്ക് ഈ ഷെഡിലാണ് ഈ ഈ ഈ പിന്നെ അവിടെ ഇപ്പോഴ ഓൾഡ് ലേഡീസ് ഒക്കെ ഉണ്ടല്ലോ, സ്ഥിരതാമസക്കാരായ, അവരുടെ ഷെഡാണത്. അപ്പൊ നമുക്ക് എനിക്ക് എന്റെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്നത്, അതിനകത്ത് അന്ന് ഗ്യാസ് ഒന്നും ഇല്ല. അപ്പൊ ആ കെറസിൻ സ്റ്റൗവിന്റെ മണം, കെറസിന്റെ മണം ഇങ്ങനെ എല്ലാവർക്കും ഒരു പായ വിരിക്കാനുള്ള സ്ഥലം, അതിന്റെ ബാക്കിൽ ഒരു പെട്ടി വെക്കാനുള്ള സ്ഥലം, അവർക്ക് ഒരു സ്റ്റൗ വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സ്ഥലം, ഇത്രയാണ് ഓരോരുത്തർക്കും ഉള്ളത്. പക്ഷെ എല്ലാവരും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പോ നമുക്ക് എന്താ പറയുക, സ്വാമി ഇടയ്ക്കിടയ്ക്ക് ആ ഹാളിനകത്ത് വരും. വന്നിട്ട് ഈ അമ്മമാരുടെയൊക്കെ അടുത്ത് പോയിട്ട് എന്താണ് ഉണ്ടാക്കുന്നത് ചോദിക്കും. എന്നിട്ട് പൂരി ആണെങ്കിൽ അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് കഴിക്കും, സ്വീറ്റ് ആണെങ്കിൽ കഴിക്കും. അതുപോലെ ഈ റാഗി മുദ്ദ എന്ന് പറഞ്ഞത് റാഗിയും ചോറും കൂടെ ചേർത്തുണ്ടാക്കുന്ന റാഗി മുദ്ദ, അങ്ങനെയൊക്കെ അതൊക്കെ സ്വാമി വന്നിട്ട് ഓരോ ചെറിയ പീസൊക്കെ എടുത്തു വെച്ച് കഴിച്ച് ആ അനുഭവങ്ങളൊക്കെ അവര് പങ്കുവെച്ചു. അതിനിടയ്ക്ക് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു കപ്പിൾ വന്നു, ഒരു ഒരു കപ്പിൾ ആയിട്ടില്ല, അവരെ വിവാഹ സ്വാമി നടത്തി കൊടുക്കാന്ന് പറഞ്ഞു. അതൊക്കെയാണ് എനിക്ക് ആദ്യമായിട്ട് പുട്ടപർത്തിക്കിട്ട അനുഭവം കൂടെ പറയാണ്. അപ്പൊ ആ പെൺകുട്ടിക്കും അദ്ദേഹത്തിനും സ്വാമി തന്നെ സൃഷ്ടിച്ചു കൊടുത്ത താലി കൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ട് അവര് വന്ന് ഞങ്ങൾക്ക് ആ ഷെഡിലാണ് അവരും താമസിച്ചത്. അപ്പൊ അതൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അങ്ങനെ അപ്പൊ ശ്രീ കുടുംബറാവു ആണ് നമുക്ക് എല്ലാവർക്കും അവിടെ പ്രവേശനം തരുന്നതും അദ്ദേഹത്തിന്റെ അനുവാദത്തോട് വേണം നമ്മൾ കയറാനും ഇറങ്ങാനും ഒക്കെ. അപ്പൊ അദ്ദേഹം 1940 സ്വാമി ചെറിയ കുട്ടിയാണ്, 14 വയസ്സ്. ഇദ്ദേഹത്തിന്റെ ഈ ചമത്കാരം ഭഗവാൻ അനൗൺസ് ചെയ്തു, അവതാര പുരുഷനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ആകൃഷ്ടനായിട്ട് പുട്ടപർത്തി വരികയാണ്. പുട്ടപർത്തി വന്നപ്പോ പിന്നെ അദ്ദേഹത്തിന് പോകാൻ തോന്നുന്നില്ല. അത്രയ്ക്ക് ഭഗവാന്റെ ആ ഒരു ലീലകളും എല്ലാം കണ്ടിട്ട് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ട് 2-3 ദിവസം 4-5 ദിവസമൊക്കെ അവിടെ താമസിച്ച് ഇടയ്ക്കിടയ്ക്ക് വന്ന് അവിടെ താമസിക്കും. സദാ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ അദ്ദേഹം പങ്കെടുക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം 1950 അദ്ദേഹം വിചാരിച്ചു പുട്ടപർത്തി പോയി ഒരു 3 ദിവസം താമസിച്ചിട്ട് തിരുപ്പതിയിലൊക്കെ പോയി ഒരു തീർത്ഥയാത്ര പോലെ 2-3 സ്ഥലങ്ങളിലൊക്കെ പോയി, പല അമ്പലങ്ങൾ, അവിടെ ഒരുപാട് അമ്പലങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ തിരുപ്പതിയിലും മറ്റേ കാളഹസ്തി, പിന്നെ നരസിംഹമൂർത്തിയുടെ അമ്പലം, അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഒരു തീർത്ഥയാത്രയ്ക്ക് പോവാം. പക്ഷെ അതിന് ആദ്യമായിട്ട് ഞാനൊന്ന് പുട്ടപർത്തി പോയി ഒരു 3 ദിവസം താമസിക്കാം. എന്നിട്ട് കുറച്ച് പൈസയൊക്കെ ആയിട്ട് വന്ന് പുട്ടപർത്തി വന്ന് 3 ദിവസം കഴിഞ്ഞു. അദ്ദേഹം സമയം പോയത് അറിഞ്ഞതേയില്ല. കാരണം ഇവിടുത്തെ ഭജനയും ഭഗവാന്റെ സത്സംഗം. അപ്പൊ ചിത്രാവതിയിലാണ് സത്സംഗം, ചിത്രാവതി നദീ തീരത്താണ് സത്സംഗം ഭഗവാൻ നടത്തുക. ഇവിടെ വലിയ ഹാളുകളൊന്നും ആയിട്ടില്ലല്ലോ അന്ന്. അപ്പൊ അവിടെയൊക്കെ പോയി ഇതെല്ലാം കണ്ടിട്ട് അദ്ദേഹം സമയം പോയത് അറിഞ്ഞതേയില്ല. 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, പോണത് അറിയുന്നില്ല. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരാഴ്ച കഴിഞ്ഞു, 10 ദിവസമായി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പൈസയൊക്കെ തീർന്നു. പൈസയേ ഇല്ല. അപ്പൊ പറഞ്ഞ് ഭയങ്കര വിശ്വാസമാണ് സ്വാമി. അപ്പൊ സ്വാമി ചോദിച്ചു, സ്വാമി എന്റെ പൈസയൊക്കെ തീർന്നു, ഞാനിനി എങ്ങനെയാ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുക ഇനി? അപ്പൊ നാളെ രാവിലെ സ്വാമിയുടെ ദർശനത്തിന് സ്വാമിയെ കണ്ട് നേരിട്ട് പറയാന്ന്, വളരെ സ്വാമിയെടുത്ത് സംസാരിക്കാനും സ്വാമിയോട് പിന്നെ ഇന്റർവ്യൂവിന് പോലെ വിളിച്ച് സ്വാമി എല്ലാവരോടും സംസാരിക്കും. അങ്ങനെ ഒരു സമയമാണ്, വളരെ വളരെ ഫ്രീ ആയിട്ട് സ്വാമി മൂവ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ നാളെ രാവിലെ സ്വാമി അടുത്ത് പറയാം പൈസയൊക്കെ തീർന്നു പോയ കാര്യം എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഭഗവാനെ പൈസയൊക്കെ തീർന്നു കേട്ടോ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് അപ്പോഴുണ്ട്, അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സ്വാമി വൃന്ദാവനത്തിലേക്ക് പോയി.
അന്ന് വൈകുന്നേരം കുറച്ച് നേരത്തെ ഒരു വിചാരിച്ചിരിക്കാതെ പെട്ടെന്ന് ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് പോയി. അപ്പൊ ഇദ്ദേഹത്തിന് സങ്കടമായി, പറയാനും പറ്റിയില്ല. സ്വാമി അടുത്ത് ഇനിയിപ്പൊ ആരോടോ ചോദിക്കുക, പൈസയേ ഇല്ല കയ്യിൽ, ഒന്നിനും പൈസ ഇല്ല, ഒരിടത്ത് പോകാനും ഇല്ല, ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ല, പേഴ്സിൽ പൈസ ഇല്ല. അപ്പൊ എന്താ ഇങ്ങനെ വിഷമിച്ച് ഭഗവാനെ ഞാൻ എന്താ ചെയ്യാനേ എന്നിങ്ങനെ വിചാരിച്ചതും ഒരാൾ അവിടെ വന്നു. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു കവർ കൊടുത്തു. കവർ കൊടുത്തിട്ട് പറഞ്ഞു, സ്വാമി പറഞ്ഞു നിങ്ങളാണോ കുടുംബറാവു എന്ന് ചോദിച്ചാൽ ഞാൻ കുടുംബറാവു ആണ്, എന്താ എന്ന് സ്വാമി പറഞ്ഞു, കുടുംബറാവിന് ഈ കവർ കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ പോയത് എന്ന് പറഞ്ഞു. അപ്പൊ കുടുംബറാവുവിന് ആ കവർ കൊടുത്തപ്പോ കുടുംബറാവുവിന് ആ കവർ തുറന്നിങ്ങനെ അകത്തേക്ക് നോക്കിയപ്പോ അതിനകത്ത് കുറെ നോട്ട്സ് ആണ്, പണത്തിന്റെ 100 രൂപയുടെ ഒക്കെ. അത് എന്തോ അദ്ദേഹത്തിന് തോന്നി കുറച്ച് പൈസയാണ് വെച്ചിരിക്കുന്നതെന്ന് തോന്നി. അദ്ദേഹത്തിന് സന്തോഷമായി, എന്തായാലും നീ യാത്രയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ അദ്ദേഹം ആ പണം ഒന്ന് പുറത്തെടുക്കുകയാട്ടെ എണ്ണി നോക്കുകയാട്ടെ ചെയ്തില്ല. അതിനകത്ത് കൈയിടും, പണമെടുക്കും, ആവശ്യങ്ങളൊക്കെ, ഭക്ഷണം കഴിക്കും, യാത്ര ചെയ്യും, ടിക്കറ്റ് എടുക്കും, എല്ലാം ചെയ്യും. ഒരിക്കൽ പോലും ആ കവർ തുറന്ന് എത്ര രൂപയാണ് ഭഗവാൻ തന്നതെന്ന് അദ്ദേഹം നോക്കിയില്ല അത്രേ. എന്നിട്ട് അദ്ദേഹം എല്ലാ സ്ഥലത്തും പോയി, എല്ലാ സ്ഥലത്തും എത്ര പൈസ എടുത്തിട്ടും പൈസ തീരുന്നില്ല. ആവശ്യമുള്ളപ്പോഴെല്ലാം അതിൻ്റെ അകത്തേക്ക് കൈയിടും, പൈസ പുറത്തെടുക്കും, ആവശ്യങ്ങളൊക്കെ നിർവഹിക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സന്തോഷമായിട്ട് ഭഗവാനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോടെ നന്ദിയോടുകൂടി തിരിച്ച് വീട്ടിലെത്തി പൂജമുറിക്കകത്ത് എല്ലാ വിവരങ്ങളെല്ലാം ഭാര്യയോടും എല്ലാവരോടും പറഞ്ഞു, എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് സ്വാമി തന്നത്. അവിടെ ചെന്നിട്ട് എനിക്ക് സമയത്തിനെ പറ്റി ഒരു ബോധമില്ലാതെയായി പോയി. അപ്പൊ ഞാൻ എത്ര ദിവസം അവിടെ താമസിച്ചെന്ന് പോലും എനിക്കറിയില്ല. പണം തീർന്നപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് ദിവസമായി പോയി എന്ന്. അപ്പൊ പക്ഷെ ഭഗവാൻ ഇങ്ങനെ പണം തന്നു, അതുകൊണ്ട് എൻ്റെ യാത്രയൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇനി ഇത് പൂജമുറി കൊണ്ട് വെച്ചിട്ട്, ഭഗവാൻ തന്ന കവറല്ലേ, അപ്പൊ പൂജമുറി കൊണ്ട് വെച്ചിട്ട് അതിനകത്ത് എത്രയാണ് ഭഗവാൻ ബാക്കിയുള്ളത് എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പൂജമുറിക്കകത്ത് പോയി ഭഗവാന്റെ മുമ്പിൽ അത് വെച്ചിട്ട് ആ കവറ് പണം പുറത്തെടുത്തപ്പോ അതിനകത്ത് ആകെ ഉണ്ടായിരുന്ന 1 രൂപ നോട്ടാണ്. 1 രൂപയുടെ ഒരു നോട്ട് മാത്രമാണ് അതിനുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് കൽപ്പവൃക്ഷത്തിൽ നിന്ന പോലെയോ ഒരു നിധിയിൽ നിന്ന പോലെ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്ക് എത്ര രൂപയാണ് അദ്ദേഹത്തിന് എടുത്തതെന്ന് കണക്ക് പോലുമില്ല. അങ്ങനെ ഒരു അനുഭവമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. പിന്നെ അദ്ദേഹം പുട്ടപർത്തിയിൽ സ്ഥിരതാമസമാക്കിക്കൊണ്ട് ധാരാളം കുടുംബറാവു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. 1989 അദ്ദേഹം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ലയിച്ചു ചേരുന്നത് വരെ ശ്രീ കുടുംബറാവു അവിടുത്തെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു പുട്ടപർത്തിയിലെ. അദ്ദേഹം ഒരുപാട് പേർക്ക് ധാരാളം സഹായങ്ങളും അതുപോലെ സേവനങ്ങളും ഒക്കെ ചെയ്ത് ഭഗവത് സേവനം ചെയ്ത് ഒരു പുണ്യാത്മാവാണ്. അദ്ദേഹത്തിന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. സൈറാം, ജയ സൈറാം. അപ്പോ നമ്മളെ ഭഗവാന്റെ ഇത് വെക്കാട്ടോ. കണ്ണനുണ്ടല്ലോ. പ്രസന്റേഷൻ ചെയ്തോളൂ കണ്ണ. ఈనాడు ఐకమత్యమును కోల్పోతున్నాము. Today we are losing unity. ఒక్కొక్క గృహమునందే ఒక్కొక్క విధమైనటువంటి యొక్క అభిప్రాయ భేదములు అభివృద్ధి అవుతున్నాయి. In every family there are so many differences of opinions. చీలిపోయినటువంటి సంస్థలు కూలిపోతుంది. చీలిపోయిన సంస్థలు కూలిపోతుంది. The institutions which are divided are sure to ruin. చీలిపోయినటువంటి దేశం కూడా కూలిపోతుంది. The divided nation also will put down to ruin. కనుక దేశ సౌభాగ్య నిమిత్తమై, for the welfare of the country, మానవుడు ఐక్యతగా జీవించాలి. We should live in unity. నీచము అధికమైనటువంటి తారతమ్యమును విస్మరించాలి. We should also forget that which is mean, that which is దేశ high. క్షేమాన్ని హృదయమునందు హత్తుకున్నట్టుగా చేసుకోవాలి. We should preserve in our hearts the welfare of the country.
ఈనాడు మీకు అందరికీ తెలిసినటువంటి విషయమే. This is known to everybody. ఒక్కొక్క పార్టీకి ఒక్కొక్క విధమైనటువంటి యొక్క చీలికలు ప్రారంభమవుతున్నాయి. Each party is divided again. ఈ యొక్క చీలికలు ప్రారంభం కావటం చేతనే ఆ పార్టీలు శిథిలమైపోతున్నాయి. Because of the divisions in every party is ఇవి ruined. శిథిలమైన తర్వాత దేశం ఏ రీతిగా సౌభాగ్యాన్ని అందుకోగలదు? When it's put to ruins, how do you expect the prosperity in the దేశ country? సౌభాగ్యాన్ని ఆశించేటువంటి వ్యక్తి The individual who aspires తన welfare, స్వార్థాన్ని దూరం నెట్టి he should sacrifice self. ఐకమత్యను పోగు చేసి He should live in unity. దేశం యొక్క సౌభాగ్యాన్ని చేపట్టాలి. He should strive for welfare of the country. ఇలాంటిది భారతదేశం యొక్క ప్రధాన సూత్రము. This is the main principle of Bharat. ఇలాంటి పవిత్రమైన భారతదేశం నందు In the sacred Bharat, ప్రతి మానవుడు కూడా భారతదేశాన్ని పేరు పెట్టుకొని every man calls himself నేను Bharatiya. భారతీయుడను, I am నా Bharatiya. దేశం భారతదేశము, My country is Bharat. నా ధర్మం భారత ధర్మము My dharma is Bharat. అంటూ కూడాను Saying so, భారతదేశం యొక్క గౌరవాన్ని విస్మరిస్తున్నాడు. he forgets the prestige of Bharat. చెప్పి ప్రయోజనం ఏమిటి? What is the fun of telling? ఇది నాదు మాతృదేశము, This is my mother ఇది country. నా ప్రియ మాతృభాష, This is my mother ఇది tongue. నా మతమంచు, This is my religion. ఎదగొట్టి నుడువడే అని బ్రతికిన పీరుంగ కండు వస్తుందనగలడా? Is there not anyone equal to that of a dead corpse who doesn't declare that this is my భారతీయులను నీవు country? చెప్పుకున్నందుకు భారతీయ సంస్కృతిని నీవు అభివృద్ధి పాంచాలి, Calling భారతీయ yourself సంస్కృతిని నీవు అనుసరించాలి. Calling yourself Bharatiyas, you should uphold Bharatiya culture. അശ്വതി ഭജന പാടിക്കോളൂ മോളെ. शिरडी के साई भक्ति के बाबा, शिरडी के साई भक्ति के बाबा, तुम हो हमारे प्यारे साई बाबा, तुम हो हमारे प्यारे साई बाबा, शिरडी के साई भक्ति की बाबा, प्रेममया साई प्रेम प्रदाता, प्रेममया साई प्रेम प्रदाता, ईश्वरानंदन जगत परिपाला, ईश्वरानंदन जगत परिपाला, पाप विनाशक परम कृपाला, हे पाप विनाशक परम कृपाला, शिरडी के साई भक्ति के बाबा, तुम हो हमारे प्यारे साई बाबा, शिरडी की साई भक्ति के बाबा, प्रेममया साई प्रेम प्रदाता, ईश्वरानंदन जगत परिपाला, पाप विनाशक परम कृपाला, हे पाप विनाशक परम कृपाला, शिरडी के साई भक्ति के बाबा. എന്റെ എല്ലാ ഗുരുക്കന്മാരുടെ പാതാരബന്ധം നമസ്കരിച്ചുകൊണ്ട് ജയ് സായിരാം. സായിരാം മോളെ, മോൾ നന്നായിട്ട് ചെയ്തു കേട്ടോ, നല്ല കുട്ടി. സായി ഉപമ, ഓരോരുത്തരിലെയും ആത്മാരാമൻ സത്യത്തിലും സദാചാര നിഷ്ഠയിലും ഉറച്ചു നിൽക്കുന്നതിനായി പ്രചോദനം നൽകുന്നു. നിങ്ങൾ അത് അനുസരിക്കുകയും ആചരിക്കുകയും സ്വയം രക്ഷപ്പെടുകയും ചെയ്താൽ മതി. ചിലർക്ക് അതിൻ്റെ മർമ്മരം ശ്രദ്ധിക്കുവാൻ കഴിയുന്നു, ചിലർക്ക് ആ ശബ്ദം ഉറക്കെ തന്നെ കേൾക്കുവാൻ മാത്രമേ അവർ ശ്രദ്ധിക്കുകയുള്ളൂ. ചിലർ ബധിരർ പോലുമാണ്. അവരത് കേൾക്കില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് കേൾക്കില്ല എന്ന് നിർബന്ധം പിടിക്കുന്നവരുമാണ്. പക്ഷേ ഒരിക്കൽ എല്ലാവരും ആ ശബ്ദത്താൽ നയിക്കപ്പെട്ടേ തീരൂ. ചിലർ വിമാനത്തിലും മറ്റു ചിലർ റെയിൽവേ ട്രെയിനിലും ഇനിയും ചിലർ കാറിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുന്നു. ഏത് രീതിയിൽ യാത്ര ചെയ്താലും നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിയേ തീരുകയുള്ളൂ. അതുപോലെ തന്നെ ഏത് രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തുവാൻ സാധിക്കും. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും ആ ലക്ഷ്യത്തിൽ എത്തിയേ തീരൂ.
ഭഗവാൻ ശ്രീ സത്യസായി സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. സായിരാം 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 സായിരാം.